ധർമ്മസ്ഥല കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ പത്രത്തിലും അതുപോലെ യൂട്യൂബിലൊക്കെ ഉള്ള നമ്മുടെ ചാനലുകൾ വഴി കണ്ടുകൊണ്ടിരിക്കുന്നത് കർണാടകയിലെ ഒരു പ്രശസ്ത തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് 400 സ്ത്രീകളുടെ മിസ്സിംഗ് കേസുകൾ, അവിടെ ഉണ്ടായിരുന്ന കുഴിയൊക്കെ വെട്ടുന്ന ആള് അദ്ദേഹം സ്വമേധയാ, അദ്ദേഹത്തിന്റെ കുറ്റബോധം കൊണ്ട് സ്വമേധയാ അദ്ദേഹം തന്നെ ഏറ്റുപറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി അതിന്റെ കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ കുറ്റകൃത്യങ്ങളായി ബന്ധപ്പെട്ട്. നമ്മുടെ ക്രിമിനോളജി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. പ്രിയപ്പെട്ടവരെ, ക്രിമിനോളജിയുടെ മറ്റൊരു MCQ ചർച്ച ചെയ്യുന്ന മറ്റൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എജ്മിയെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എന്നും മുന്നിൽ നിന്ന് നിങ്ങളോടൊക്കെ വീണ്ടും പറയുന്നു. സെക്കൻഡ് സെമസ്റ്ററിന്റെ ലൈവ് ക്ലാസ്സുകൾ ഇപ്പൊ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ലൈവ് ക്ലാസ്സുകൾ തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് സെമ്മിന്റെ, അതോടൊപ്പം സെക്കൻഡ് സെമ്മിന്റെയും തേർഡ് സെമ്മിന്റെയും ഒക്കെ ലൈവുകൾ വരുന്നുണ്ട്. കൂടെ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ ആപ്പ് വഴിയുള്ള നല്ല ക്ലാസ്സുകൾ നമ്മൾ എജ്മി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഡിഗ്രി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, അത് കേവലം ഒരു ക്ലാസ് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മലയാളത്തിലുള്ള ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക്. അതോടൊപ്പം തന്നെ കോ കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഭാഗമായിട്ട് ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, കമ്പ്യൂട്ടർ കോഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കും. ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് എജ്മി പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം നിങ്ങൾ അറിയിക്കുകയാണ്. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് അടുക്കാണ് പ്രിയപ്പെട്ട. ഫസ്റ്റ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അണ്ടർ ഹൂസ് കൺട്രോൾ ആർ പോലീസ് ആൻഡ് പ്രിസൺസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ പോലീസും പ്രിസണും ഏതിന്റെ കൺട്രോളിലാണ് വരുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന്റെ ആൻസർ എന്താ? വാട്ട് ഈസ് ആൻസർ? ദ ആൻസർ ഈസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലല്ല പോലീസ് ഉള്ളത്. ആരുടെ കീഴിലാണ്? സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് പോലീസ് കൺട്രോൾ ചെയ്തിട്ടുള്ളത്. ഇതിലെ ഏറ്റവും വലിയ ജയിൽ തിഹാർ ജയിലാണ്. തിഹാർ ജയിൽ ഈസ് ലൊക്കേറ്റഡ് ഇൻ ബിഹാർ. ഓക്കെ, പ്രിസൺ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതല്ല. പ്രിസൺ ആൻഡ് പോലീസ്, ഈ രണ്ട് സിസ്റ്റം കേന്ദ്ര ഗവൺമെന്റ്, അത് പട്ടാളാണ് വരിക. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം കേന്ദ്രത്തിന് അധികാരമുള്ള ലിസ്റ്റുകളെ നമ്മൾ സെൻട്രൽ ലിസ്റ്റ് എന്നാണ് പറയാ. സെൻട്രൽ ലിസ്റ്റ്. സംസ്ഥാനങ്ങൾക്ക് അധികാരമുള്ള വിഷയങ്ങളെ നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നാ പറയാ. രണ്ടിനും അധികാരമുള്ള വിഷയങ്ങൾ നമ്മൾ എന്താ പറയാ? കൺകറന്റ് ലിസ്റ്റ് എന്നാ പറയാ. കൺകറന്റ് എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗത്തിനും, കേന്ദ്രത്തിനുണ്ട് സ്റ്റേറ്റിനുണ്ട്, രണ്ടിനും ഒരുപോലെ അധികാരമുള്ള ലിസ്റ്റാണ് ഈ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് NCERT സിലബസ് ഉണ്ട്, കേന്ദ്ര സിലബസ് ഉണ്ട്, SCERT ഉണ്ട്, കേരള സിലബസ് ഉണ്ട്, അല്ലെ, സ്റ്റേറ്റ് സിലബസ് ഉണ്ട്. അങ്ങനെ എന്തുകൊണ്ട് രണ്ട് സിലബസ് വരുന്നു? കാരണം എന്താ? കേന്ദ്രത്തിനും അതിൽ തീരുമാനമെടുക്കാം, സംസ്ഥാനങ്ങൾക്കും തീരുമാനമെടുക്കാം. അത് അത്തരത്തിലുള്ളതാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി. അപ്പോ ഇതില് സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു കാര്യമാണ് പോലീസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ പ്രിസൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും എന്തിൽ വരുന്നതാണ്? ബോത്ത് ആർ കമ്മിങ് അണ്ടർ വിച്ച് കാറ്റഗറി? സ്റ്റേറ്റ് ആണ് വരുന്നത്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. വാട്ട് ഈസ് എപെക്സ് എന്ന് പറയുമ്പോൾ ഓർത്തിരുന്നോ, ഏറ്റവും വലിയ വാട്ട് ഈസ് എപെക്സ് കോർട്ട് ഇൻ ഇന്ത്യസ് ജുഡീഷ്യൽ സിസ്റ്റം? ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ കോടതി ഏതാണെന്നുള്ളതാണ് അറിയാവുന്ന കാര്യം തന്നെയാണ്. സുപ്രീം കോർട്ടാണ്. ഏറ്റവും ടോപ്പുള്ളത് സുപ്രീം കോർട്ടാണ്. ഏതൊരു രാജ്യത്തിന്റെയും ഏറ്റവും ടോപ്പിൽ ഉണ്ടാവുക സുപ്രീം കോടതി ആയിരിക്കും. അതിന്റെ തൊട്ട് താഴെ വരുന്നതാണ് എന്ത്? ഹൈക്കോർട്ട് എന്ന് പറയുന്നത്. ഹൈക്കോർട്ട്. അപ്പൊ സുപ്രീം കോർട്ട് കഴിഞ്ഞു, then ഹൈക്കോർട്ട് we have. Okay, then which code replaced in India's penal code in 2023? 2023 നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിനെ, ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന IPC ഏത് പേരിലാണ് നമ്മൾ മാറ്റിയത്? നമ്മൾ അതിനെ മാറ്റിയത് ഭാരതീയ ന്യായ സംഹിത, BNS എന്നാണ്. ബിഫോർ ഇറ്റ് വാസ് നോൺ ആസ് IPC. നൗ കോടതിയിലൊക്കെ പറയാങ്ങനെ, തെളിവ് ഉദ്ധരിക്കുക എങ്ങനെ, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നത് IPC സെക്ഷൻ ഇത്ര പ്രകാരം എന്ന് പറയുന്നതിന് പകരം BNS സെക്ഷൻ 1 പ്രകാരം, BNS സെക്ഷൻ 10 പ്രകാരം, BNS സെക്ഷൻ 20 പ്രകാരം, ഈ രൂപത്തിലായിരിക്കും കാര്യങ്ങൾ വരിക. ഓക്കെ, പേര് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 2023 ആണ്. വിച്ച് ന്യൂ ലോ റീപ്ലേസ് CRPC? സെയിം വേ, അല്ലെ, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. അതിന്റെ പുതിയ പേരെന്താ? വാട്ട് ഈസ് എ ന്യൂ നെയിം? അതിന്റെ പുതിയ പേരെന്താ? ഭാരതീയ ന്യായ സംഹിത എന്നാണ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നാണ്. BNSS എന്ന പേരിൽ പറയാം. വിച്ച് ആക്ട് റീപ്ലേസ് ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട്? കണ്ടോ, 2023 ഇന്ത്യൻ എവിഡൻസ് ആക്ട് റീപ്ലേസ് ചെയ്തത് എവിടെ വെച്ചിട്ടാണ്? അത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ പുതിയ പേരെന്താന്നുള്ളതാണ് ഭാരതീയ സാക്ഷ്യ അധിനിയാം എന്നാണ് അതിന്റെ പേര്. BSA എന്ന് ഷോർട്ടായിട്ട് വിളിക്കാം.
അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ക്ലാസ് കേട്ട കുട്ടികൾക്ക് അറിയാം. ഓരോ ചാപ്റ്ററിന്റെയും ചാപ്റ്റർ വൈസുള്ള ക്ലാസ് എജുമിയിലുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു എല്ലാ പേപ്പറും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ മാത്രം പഠിക്കാം, ക്രിമിനോളജിയുടെ പേപ്പർ മാത്രം. അതുപോലെ നമ്മുടെ പുസ്തകം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ക്ലാസ്സിലും പല ക്ലാസ്സുകളായി പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിലുള്ള പ്രിന്റഡ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. വാങ്ങിക്കോ, വായിച്ചോ, പഠിച്ചോ, എക്സാം നല്ല മാർക്ക് വാങ്ങിക്കോ. വീണ്ടും വീണ്ടും ഉണർത്തുകയാണ്. വാട്ട് ഈസ് used as legal evidence under the new reforms. കണ്ടോ, പുതിയ നോക്ക്, ഡിജിറ്റൽ റെക്കോർഡ്, വീഡിയോസ്, ഇമെയിൽ ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് തെളിവുകളായി കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എവിഡൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് ചോദ്യം. ലീഗൽ എവിഡൻസ് പുതിയ കാര്യങ്ങൾ എന്തൊക്കെ, പുതിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെ കൊണ്ടുവന്നുള്ളതാണ്. അതിന്റെ ആൻസർ ആണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞത്. വാട്ട് ഈസ് ദ കീ റിഫോംസ് ഇൻ 2023 ക്രിമിനൽ ലോ ചേഞ്ചസ് ഫോർ സീരിയസ് ക്രൈംസ്? സീരിയസ് ക്രൈംസിന് എന്തൊക്കെയാണ് പിന്നെന്താ പറയാ പുതിയ മാറ്റങ്ങൾ വന്നത്? ട്രയൽസ് ക്യാൻ ഹാപ്പൻ വിത്തൗട്ട് അക്യൂസ്ഡ് ബീങ് പ്രസന്റ്. കണ്ടോ, നമ്മുടെ വിചാരണ എന്ത് ചെയ്യുക, അക്യൂസ്ഡ് ആരോപിക്കപ്പെട്ട ആളില്ലാതെയും വിചാരണ കൊണ്ടുവരാം എന്ന രീതിയിൽ വരെ ക്രിമിനൽ ലോയിലെ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത്, പുതിയ പുതിയ ചേഞ്ചുകൾ. വാട്ട് ഈസ് ആൾട്ടർനേറ്റീവ് പണിഷ്മെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ പെറ്റി കേസ് ക്രൈംസ്? കണ്ടോ, ചെറിയ കേസുകൾക്ക് എന്താണ് പെറ്റി കേസുകൾ? പെറ്റി കേസുകൾക്ക് ഇപ്പോഴത്തെ പിന്നെന്താ പറയാ ഒരു ബദൽ സംവിധാനം എന്താണെന്നുള്ള കമ്മ്യൂണിറ്റി സർവീസ് ആണ്. കമ്മ്യൂണിറ്റി ചെറിയ ചെറിയ കേസുകൾ, ഇപ്പോൾ ഹെൽമെറ്റ് ഇടാതെ പോവുക, അങ്ങനത്തേനൊക്കെ കൊടുക്കൽ, ആശുപത്രി ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ, അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇടാത്തിന് പിന്നെന്ത് ചെയ്യുക, സ്കൂളിൽ പോയിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഒരു ദിവസം ക്ലാസ് എടുക്കുക. വെറൈറ്റി ആണ്. പണ്ടൊക്കെ ഈ ഏത്തടുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ഏത്തടിപ്പിക്കുക, പോലീസുകാർ ഇങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള പരിപാടികളും ആക്ടിവിറ്റീസും ഒക്കെ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ MCQ നമ്മൾ പ്രധാനപ്പെട്ട MCQ ചർച്ച ചെയ്തു. ഇനി നമുക്ക് എന്ത് വരുന്നുണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, essay ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ് വിത്ത് എജുമി ഡിഗ്രി ചാനൽ. കൂടെ പഠിക്കുന്ന എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക. എക്സാം ഓറിയന്റഡ് ലൈവും സെഷൻസ് ഒക്കെ വരുന്നുണ്ട്. സീ ഓൾ, ബൈ ബൈ.